जैसे भक्ति मार्ग में 63 जन्मों से हम बाबा से बहुत कुछ मांगते आए. നമ്മൾ ഭക്തി മാർഗത്തിൽ 63 ജന്മം ബാബയിൽ നിന്ന് കുറേ കാര്യങ്ങൾ യാചിച്ചിട്ടുണ്ടായിരുന്നു ബാബയോട്. और अभी संगम युग पर बाबा हमें मिला है और बाबा हमसे कुछ चाहता है. പക്ഷെ സംഗമയുഗത്തിൽ നമുക്ക് ബാബയെ കിട്ടി. നമ്മളിൽ നിന്ന് ബാബ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. उसमें सबसे पहली जो चीज है वो है हर्षित मुख चेहरा. അതിൽ ബാബ ഏറ്റവും ആദ്യം പ്രതീക്ഷിക്കുന്ന കാര്യമാണ് നമ്മളുടെ മുഖം സദാ ഹർഷിതമായിട്ടിരിക്കണം, പുഞ്ചിരിയോട് കൂടി ഇരിക്കണം. मुरली में बाबा कई बार कहते हैं कि फूल की तरह चेहरा खिला हुआ हो. മുരളിയിൽ ബാബ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുഷ്പത്തിനെ പോലെ മുഖം വിടർന്നിരിക്കണം എന്ന്. അങ്ങനെ ഇരിക്കാനാണ് ബ്രദർ പറയുന്നത് നിങ്ങളുടെ മുഖം. क्योंकि ज्ञान हमारे जीवन में है या नहीं, योग हमारे जीवन में है या नहीं, वो हमारे चेहरे की खुशी द्वारा दिखेगा. കാരണം നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ യോഗം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിലൂടെ പുഞ്ചിരി കാണുമ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കും. और बाबा हमसे क्या चाहता है? हर्षित मुख चेहरा नंबर 1. सेकंड, बाबा हमसे चाहता है निश्चिंत जीवन. ബാബ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യമാണ് ഹർഷിതമുഖത. രണ്ടാമത് ബാബ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് നിശ്ചിന്തമായ ജീവിതം. രണ്ടാമത്തെ കാര്യം നിശ്ചിന്ത ജീവിതം. क्योंकि चिंता हमारी खुशी को गायब करती है. കാരണം ചിന്തയാണ് നമ്മുടെ സന്തോഷത്തിനെ ഇല്ലാതാക്കുന്നത്. चिंता मतलब क्या होगा, कैसे होगा, मेरा क्या होगा, परिवार का क्या होगा, बच्चे का क्या होगा. ചിന്തയെന്ന് പറഞ്ഞാൽ എന്താ? ഇനി എന്താകും, എൻ്റെ കാര്യം എന്താകും, വീട്ടിലെ കാര്യം എന്താകും, മക്കളെ കാര്യം എന്താകും, ഇതാണ് ചിന്ത. और चिंता मुक्त होने के लिए 2 अभ्यास बहुत इंपॉर्टेंट है. नंबर 1, ചിന്ത മുക്തമാകാൻ വേണ്ടിയിട്ട് 2 അഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. थोड़ा सा पानी दे देना, गुनगुना पानी, गर्म पानी माना था. तो चिंता मुक्त होने के लिए 2 अभ्यास बहुत जरूरी है. नंबर 1, अपने को ट्रस्टी समझना. ഒന്നാമത്തെ കാര്യം ചിന്ത മുക്തമാകാൻ വേണ്ടിയിട്ട് അതിൽ ആദ്യത്തെ പോയിന്റ് ആണ് നമ്മൾ ട്രസ്റ്റിയാണ്, സൂക്ഷിപ്പുകാരനാണ് എന്ന് മനസ്സിലാക്കണം. और सेकंड है साक्षी भाव. രണ്ടാമത്തേതാണ് സാക്ഷിഭാവം. हर आत्मा अपनी अपनी यात्रा पर है, अपना अपना पार्ट प्ले कर रही है. मुझे किसी की चिंता करने की जरूरत नहीं है. ഓരോ ആത്മാവും അവരവരുടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആരെക്കുറിച്ചും ചിന്തിക്കേണ്ട ഒരാവശ്യവും ശരിക്കും ഇല്ല. और दूसरा, घर संभालते हुए, सब कुछ करते हुए अपने आप को क्या समझ के चलना है? ट्रस्टी समझ के चलना है. ഇനി നമ്മുടെ വീട്ടുകാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടും നമ്മൾ ആരാണെന്നാ മനസ്സിലാക്കേണ്ടത്? ट्रस्टी, सूक्षिपकारनाണ്. तो अभी ये माताओं की भट्टी है ये वाली. तो आप में से कौन कौन है जो गृहस्थी हैं? हाथ उठाएंगे. ഈ മാതാക്കളുടെ ഭട്ടിയിൽ ഫാമിലിയിൽ കുടുംബത്തിൽ ഇരിക്കുന്നവർ കൈപൊക്കിയ ഗൃഹസ്ഥികള്. गृहस्थी हैं या ट्रस्टी हैं? ഗൃഹസ്ഥിയാണോ ട്രസ്റ്റി ആണോ എന്നാണ് ഗൃഹസ്ഥിയാണോ എന്ന് ചോദിച്ച ഉടനെ കൈപൊക്കി. पहले गृहस्थी. नहीं, दोनों नहीं चलेगा. दोनों में से एक बताना पड़ेगा. गृहस्थी है या ट्रस्टी है यहाँ जो बैठे हैं? രണ്ടും കൂടി നടക്കില്ല. ഒന്നുകിൽ ഗൃഹസ്ഥം അല്ലെങ്കിൽ ട്രസ്റ്റി. अच्छा, किस किस को लगता है कि हम ट्रस्टी हैं? वो हाथ उठाइए. ശരിക്കും സത്യമായിട്ടേ കൈപൊക്കാവൂ. ഞാൻ ട്രസ്റ്റിയാണ് എന്ന് ആർക്കൊക്കെ തോന്നുന്നുണ്ടോ അവര് കൈപൊക്കാൻ. ठीक है. और किसको लगता है हम गृहस्थी हैं? वो हाथ उठाइए. ഗൃഹസ്ഥിയാണ് ഞാൻ എന്ന് ആർക്കൊക്കെ തോന്നുന്നു അവര് കൈപൊക്കിയേ. गृहस्थी है या ट्रस्टी है? ഒന്നുകിൽ ഗൃഹസ്ഥി അല്ലെങ്കിൽ ട്രസ്റ്റി. നിങ്ങൾ ഈ കൈപൊക്കിയവര് ശരിക്കും ആരാ? ഗൃഹസ്ഥിയോ ട്രസ്റ്റിയോ? ट्रस्टी. आज से ये पक्का करना है. गृहस्थी शब्द यूज करना है या नहीं करना है? नहीं. हम कौन है? ट्रस्टी. ഇന്ന് മുതൽ ഈ കാര്യം ഉറപ്പിക്കണം. ഗൃഹസ്ഥി എന്നുള്ള ശബ്ദമേ ഉപയോഗിക്കരുത്. നമ്മൾ ആരാ? ട്രസ്റ്റി. क्योंकि कौन सा शब्द हम यूज करते हैं
वो हमारे जीवन को डिफाइन करता है। കാരണം നമ്മൾ ഏത് ശബ്ദം ഉപയോഗിക്കുന്നു അതാണ് നമ്മളുടെ ജീവിതത്തിനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ ജീവിതം എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. अगर हम बार बार कहेंगे मैं गृहस्थी हूं तो क्या होगा? बोझ, गृहस्थ का बोझ नीचे लेकर आएगा. നമ്മൾ നിരന്തരം പറയാണ് ഞാൻ ഗൃഹസ്ഥയാണെന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഗൃഹസ്ഥത്തിന്റെ ഭാരം നമ്മളെ താഴേക്ക് വലിക്കും. और जैसे ही हम चेंज करते हैं शब्द को, हम बोलते हैं ट्रस्टी हैं हम सिर्फ, मन क्या हो जाता है? लाइट, हल्का. നമ്മൾ ഈ ശബ്ദം അങ്ങ് മാറ്റിയാലോ, ഗൃഹസ്ഥിക്ക് പകരം നമ്മൾ ട്രസ്റ്റിയാണ് എന്ന് പറഞ്ഞാലോ, ആ ഭാരം നിറഞ്ഞ മനസ്സ് ഭാരരഹിതമായിട്ട് മാറും. और हमारी जो भट्टी का टॉपिक भी है, थीम भी है, कर्म योगी फरिश्ता जीवन. और फरिश्ता का पहला चीज होती है लाइट. നമ്മളുടെ ഭട്ടിയുടെ ടോപ്പിക്കാണ്, തീം എന്ന് പറയുന്നത് കർമ്മയോഗി ഫരിസ്ത ജീവിതമാണ്. ഫരിസ്തയുടെ ഏറ്റവും ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് ലൈറ്റ് ആണ്, ഭാരരഹിതമാണ്. ഹൽക്ക, കോയി ബോജ് നഹീ. ഹൽക്ക, ഭാരരഹിതം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭാരവും ഇല്ല. इसके लिए हमें क्या करना पड़ेगा? आज का जो अभी का टॉपिक है चार्ट रखना. അതിനു വേണ്ടി നമ്മൾ ഭാരരഹിതമാകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതാണ് നമ്മളുടെ ഈ ക്ലാസിന്റെ ടോപ്പിക്ക്, ചാർട്ട് എഴുതുക എന്നുള്ളത്. ചാർട്ട്. तो आज से हम इसको पक्का करेंगे. हमें हर दिन विदाउट फेल चार्ट जरूर रखना है. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ ഈ കാര്യം ഉറപ്പിക്കണം. എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ, ഇതിൽ പരാജയപ്പെടാൻ പാടില്ല, നമ്മൾക്ക് ചാർട്ട് എഴുതണം. क्योंकि जब हम चार्ट रखते हैं तो हमारी जो प्रोग्रेस, हम यहाँ हैं, मान लीजिए आज हम यहाँ जा रहे हैं या यहाँ जा रहे हैं, वो ट्रैक रखने से ही हमें पता लगेगा. അതായത് നമ്മൾ ചാർട്ട് വെക്കുന്നത് കൊണ്ട് നമ്മളുടെ ഉയർച്ച മനസ്സിലാവും. നമ്മൾ മുകളിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് താഴേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചാർട്ട് എഴുതുമ്പോൾ നമുക്കറിയാൻ പറ്റും. एक मुरली में बाबा ने कहा था कि रात को जब बाबा को आप लेटर लिखते हो, चार्ट लिखते हो, बड़ा बड़ा चार्ट नहीं लिखना है, छोटा सा चार्ट रखना है. ഒരു മുരളിയിൽ ബാബ ഇങ്ങനെ പറഞ്ഞായിരുന്നു, നിങ്ങൾ ബാബയ്ക്ക് രാത്രിയിൽ ചാർട്ട് എഴുതുമ്പോൾ, ലെറ്റർ എഴുതുമ്പോൾ ഭയങ്കര നീണ്ട ലെറ്ററും ചാർട്ടും ഒന്നും എഴുതണ്ട, ഒരു ചെറിയ ചാർട്ട് എഴുതിയാൽ മതി, ചെറുതെഴുതിയാൽ മതി. दुनिया में एक चीज सिखाई जाती है आदत बनाने की. कोई भी आदत हमें बनानी है. फॉर एग्जाम्पल, मान लीजिए किसी को मेडिटेशन करना शुरू करना है, या किसी को प्राणायाम शुरू करना है, या एक्सरसाइज करनी शुरू करनी है, तो दुनिया में एक बात सिखाई जाती है कि आप छोटे छोटे नियम बनाइए. मतलब ये नियम बनाइए कि 1 मिनट तो मैं रोज करूंगा, बाकी किसी दिन 15 मिनट 20 मिनट हो जाए तो अलग बात है, लेकिन 1 मिनट तो मैं रोज करूंगा. അതായത് ലോകത്തില് ഈ ഒരു ശീലം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് മെഡിറ്റേഷൻ പഠിക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രാണായാമം ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും, അത് 1 മിനിറ്റെങ്കിലും ഞാൻ ചെയ്യും. ഇപ്പം ഞാൻ 15 മിനിറ്റ് ചെയ്യും, 20 മിനിറ്റ് ചെയ്യും, അത് പിന്നത്തെ കാര്യം. പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു ദിവസം 1 മിനിറ്റെങ്കിലും മിനിമം അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ആ ശീലം തുടങ്ങിപ്പിക്കുന്നത്. तो चार्ट के लिए भी हमें ये नियम बनाना है कि हर दिन मुझे चार्ट जरूर लिखना है. किसी दिन अगर हम बहुत बिजी हो गए, टाइम नहीं मिला, तो हम कम से कम चार्ट में, जैसे आज की डेट लिखी हमने, कम से कम एक शब्द हम जरूर लिखेंगे. वो क्या है? बाबा ने क्या कहा था मुरली में, याद है आपको? कि बड़ा चार्ट मत लिखो, एक शब्द लिख दो बस. क्या? അതായത് ഈ പറയുന്ന കാര്യം കേട്ടോളൂ. അതായത് നമ്മൾ ചാർട്ടിന്റെ കാര്യം എടുത്താലും ഇപ്പം നമ്മൾ ചാർട്ട് ഡെയിലി എഴുതണം. അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ ഭയങ്കര ബിസി ആയിപ്പോയെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് ഒരുപാടിരുന്ന് ചാർട്ട് എഴുതാൻ പറ്റിയില്ല എങ്കിൽ കുറഞ്ഞതിലും കുറഞ്ഞത് ഒരു ശബ്ദം, അത് ബാബ മുരളിയിൽ നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള ശബ്ദമാണ്, നിങ്ങൾക്കത് ഓർമ്മ കാണുമായിരിക്കും. ആ ശബ്ദം എഴുതണം. അത് ഏത് ശബ്ദമാണ്? ആർക്കൊക്കെ ഓർമ്മയുണ്ട്? ചാർട്ടിൽ എഴുതേണ്ട ശബ്ദമാണ്. चार्ट में बाबा ने कहा था एक शब्द लिख दो, चाहे कौन सा था वो? अयो चार्टिल और कार्य कोई भी बोलिए, तेज बोलिए थोड़ा सा जो आंसर दे रहे हैं. हाँ, क्या लिखा? ओके. बाबा ने क्या कहा? कुछ भी नहीं लिखना है. मान लो आपको, आप कम से कम एक शब्द जरूर लिखो. क्या? ओके. इतना लिख सकते हैं?
ഒന്നും നിങ്ങൾക്ക് എഴുതാൻ സാധിച്ചില്ല എന്ന് വെച്ചോളൂ, അത്ര തിരക്കാണെങ്കിൽ കുറഞ്ഞത് ഈ ശബ്ദം എഴുതണം. ഏതാണെന്നറിയോ? ഓക്കെ. तो इतना जो लिख सकते हैं हर रोज वो हाथ उठाइए पहले. ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നവര് കൈ ഉയർത്താൻ ഡെയിലി. लिख सकते हैं सभी? वेरी गुड. अपने लिए तालियां बजाइए. എല്ലാരും കൈ കൊട്ടി അവരവർക്ക് വേണ്ടി നന്നായിട്ട് കൈയടിച്ചേ. अच्छा, मुझे लगा अपने लिए तालियां नहीं बजा रहे, अब समझ आया कि हिंदी से ट्रांसलेट होके फिर आता है. ठीक है, ओके तो लिखना ही है रोज. बाकी ऐसा नहीं कि सिर्फ ओके लिखना है. मैं आपके साथ कुछ बातें शेयर करता हूं. चार्ट लिखने के लिए हम क्या क्या कर सकते हैं या हम क्या करते हैं. बहुत लोगों पे इसका एक्सपेरिमेंट भी किया और जैसे कहा हर दिन हमें चार्ट लिखना है. किसी दिन अगर हम बहुत बिजी हुए, समय नहीं मिला, चार्ट मिस नहीं करना है. उसकी जगह सिर्फ क्या लिखना है? ओके. ഓക്കെ എഴുതണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഡെയിലി ഓക്കെ എന്ന് മാത്രം എഴുതാൻ വെക്കാനല്ല. അതായത് സമയം കിട്ടിയില്ലെങ്കിൽ എന്ത് എഴുതണം? ഓക്കെ. അപ്പൊ ഈ ചാർട്ട് എങ്ങനെയാണ് എഴുതേണ്ടതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഞാൻ എന്താണോ ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങൾ ചെയ്യും. ഇനി അഥവാ ഏതെങ്കിലും ദിവസം നിങ്ങൾക്ക് എഴുതാനേ പറ്റിയില്ലെങ്കിൽ എഴുതാതെ വിടരുത്, എഴുതുക തന്നെ വേണം. ഏത് ശബ്ദം എഴുതാം? ഓക്കെ. तो चार्ट को अगर हमें रेगुलर करना है या दुनिया में किसी भी काम को अगर हमें रेगुलर करना है, सबसे पहला काम हमें उसको इजी बनाना पड़ेगा. അതായത് ചാർട്ട് നമ്മൾക്ക് ഡെയിലി എഴുതണമെങ്കിൽ, ഇപ്പൊ ലോകത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, ഏത് കാര്യവും നിരന്തരം ഡെയിലി ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ അതിനെ എളുപ്പമുള്ളതാക്കി മാറ്റണം, ഈസിയാക്കി മാറ്റണം. इसलिए बाबा मुरली में कई बार बोलते हैं निरंतर सहज योगी. അതുകൊണ്ടാണ് ബാബ മുരളിയിൽ പല പ്രാവശ്യം പറയുന്നത് നിരന്തരം സഹജയോഗി എന്ന്. क्योंकि कोई भी कार्य अगर हमें निरंतर करना है वो सहज होना चाहिए. अगर वो मुश्किल होगा, हम 10 दिन करेंगे, 15 दिन करेंगे, 20 दिन करेंगे और उसके बाद मन क्या कहेगा? बस अब और मुझे नहीं करना है. അതായത് ഒരു കാര്യം നമ്മൾക്ക് തുടർച്ചയായിട്ട് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എളുപ്പമുള്ള കാര്യമായിരിക്കണം, ബുദ്ധിമുട്ടുള്ള കാര്യമാവാൻ പാടില്ല. ഇപ്പൊ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യം നമ്മൾ കൂടിപ്പോയാൽ 10 ദിവസം ചെയ്യും, അല്ലെങ്കിൽ 15 ദിവസം ചെയ്യും, അത് കഴിഞ്ഞ് നമ്മൾ അതങ്ങ് കളയും. അതുകൊണ്ട് നിരന്തരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് നമ്മൾ ആദ്യം എളുപ്പമുള്ളതാക്കണം. तो चार्ट के लिए पहला सबसे पहला काम एक अलग डायरी होनी चाहिए चार्ट के लिए. അതായത് ചാർട്ടിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചാർട്ടിന് വേണ്ടി अलग डायरी, വേറൊരു ഡയറി, അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് ഡയറി വെക്കണം നമ്മള്. നമ്പർ 1 ഇതെല്ലാം നോട്ട് ചെയ്യാനുള്ള പോയിന്റ് ആണ്. നമ്പർ 1 പോയിന്റ് ആണിത്. अलग डायरी, डिफरेंट नोटबुक फॉर चार्ट. ഒന്നിലും നമ്മളൊരു നോട്ട്ബുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചാർട്ട് വേണം. और उसमें कुछ पॉइंट्स हैं जो मैं आपके साथ शेयर करता हूं. आप उसको लिखना एंड उसको बहुत बड़ा बड़ा नहीं लिखना है, बिल्कुल छोटा छोटा. പിന്നെ അതിൽ എഴുതേണ്ട കുറച്ച് പോയിന്റ്സ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങളത് ബുക്കിൽ എഴുതിയെടുക്കണം. നിങ്ങൾ ഭയങ്കര നീണ്ട ചാർട്ടൊന്നും എഴുതണ്ട, വളരെ ഷോർട്ടായിട്ടുള്ള ചാർട്ട് എഴുതിയാൽ മതി. उसमें सबसे पहली जो श्रीमत है ब्राह्मण आत्मा की, आपको पता है पहली श्रीमत क्या है? सबसे पहली मर्यादा, ഏറ്റവും ആദ്യത്തെ ശ്രീമത്ത്, ബ്രാഹ്മണ ആത്മാവ് പാലിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ശ്രീമത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഏതാ पहली श्रीमत? क्या है? नहीं, उससे भी पहले. അമൃതവേളയിൽ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ശ്രീമത്ത്, सॉरी, गुड मॉर्निंग, उससे भी पहले, അതിനു മുമ്പുള്ള ശ്രീമത്ത്. नहीं, ये नहीं कि सुबह हमें क्या करना है, वो नहीं. सबसे पहली जो श्रीमत है वो है मुरली रोज सेंटर पर सुनना. सबसे पहली श्रीमत क्या है? ഇത് എല്ലാരും നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് അമൃതവേളയ്ക്ക് എഴുന്നേറ്റോ, ഗുഡ് മോർണിംഗ് പറഞ്ഞോ, അതിനൊക്കെ മുമ്പ് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ശ്രീമത്താണ് ഡെയിലി മുരളി സെന്ററിൽ പോയി കേട്ടോ. नंबर 1, ठीक है. तो उसमें क्या लिखना है हमें चार्ट में? मुरली और उसके आगे 10%, 20%, 30%, मतलब किस तिथि में मैंने सुना. अगर आपने बिल्कुल ध्यान से सुनी, एकाग्र होकर, बिना नींद किए, तो 70% एकाग्रता रही, 50% एकाग्रता रही, 10% एकाग्रता रही या 80% एकाग्रता रही,
मुरली और उसके आगे क्या लिखना है, परसेंटेज. ഇനി മുരളി കേട്ടോ എന്നുള്ളത് ആദ്യത്തത്. അത് കഴിഞ്ഞാൽ എഴുതേണ്ടത് നിങ്ങൾ മുരളി എങ്ങനെ ഇരുന്ന് കേട്ടു, ഏത് സ്ഥിതിയിലിരുന്ന് കേട്ടു, ഏകാഗ്രതയോടുകൂടി കേട്ടു, അതോ ഉറക്കത്തിലാണോ കേട്ടത്. നല്ല സ്ഥിതിയിൽ ഒരു ഉറക്കവും ഇല്ലാതെ ഏകാഗ്രമായിട്ട് കേട്ടെങ്കിൽ 70%, 80% എഴുതാം. അല്ലെങ്കിൽ 50, 20, 10 അങ്ങനെയൊക്കെ ശതമാനം നിങ്ങളുടെ സ്ഥിതി. അപ്പം ആദ്യം മുരളി, പിന്നെ അത് കഴിഞ്ഞ് പെർസെൻറ്റേജ് എഴുതേണ്ടത് ഏത് സ്ഥിതിയിൽ അത് കേട്ടു, മുരളി കേട്ടു എന്നുള്ളത്. The first, Murli. Second, Murli revision. അപ്പൊ ആദ്യത്തെ ചാർട്ടിലെ പോയിന്റ് മുരളി, പിന്നെ മുരളിയുടെ സ്ഥിതി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മുരളി റിവിഷൻ, മുരളി വീണ്ടും വായിച്ചു, റിവൈസ് ചെയ്തു എന്നുള്ളത്. कम से कम एक बार हमें मुरली सुनने के बाद मुरली को सेल्फ स्टडी जरूर करना है. മുരളി നമ്മൾ കേട്ടു, അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യമെങ്കിലും മുരളിയുടെ ഒരു നമ്മളായിട്ടിരുന്നത് വായിക്കണം, സെൽഫ് സ്റ്റഡി നമ്മൾ ചെയ്യണം, ഒരു പ്രാവശ്യമെങ്കിലും കുറഞ്ഞത്. तो मुरली रिवीजन में आप एक बार रिवाइज की, 2 बार की, 3 बार की, वो आप अपने अकॉर्डिंग लिख सकते हैं, लेकिन एक बार मुरली को फिर से स्टडी जरूर करना है. ഇപ്പൊ മുരളി റിവൈസ് ചെയ്തെന്നുള്ള കോളത്തിൽ നിങ്ങൾ എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തത്, 1, 2, 3 നിങ്ങൾ ചെയ്ത കണക്കനുസരിച്ച് എഴുതാം. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും മുരളി നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. तीसरा जो हमें पॉइंट लिखना है, अमृत वेला. മൂന്നാമത് എഴുതേണ്ട പോയിന്റ് ആണ് അമൃതവേള. उसमें 2 कॉलम. एक लिखना है किस टाइम हम उठे, कब से कब तक किया अमृत वेला, एंड सेकंड परसेंटेज. അമൃതവേളയിൽ 2 കോളം വരും. അതിൽ ഒന്ന് നമ്മൾ എപ്പോൾ എഴുന്നേറ്റു, എത്ര മണിവരെ ചെയ്തു. 2 അത് എത്ര പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. कि अगर मान लो अमृत वेला, वो सच्ची अपनी सच्चा चार्ट लिखना है. कई बार बाबा कहते हैं कई बच्चे अपना चार्ट भी कैसा लिखते हैं, सही नहीं लिखते हैं. അതായത് നോക്കണം, ഇപ്പം ബാബ നമ്മൾ ചാർട്ട് എഴുതുമ്പോൾ സത്യമായിട്ട് എഴുതണം. ബാബ തന്നെ മുരളിയിൽ പറയാറുണ്ട്, ചില കുട്ടികൾ ചാർട്ട് എഴുതുമ്പോൾ തന്റെ സത്യത കാണിക്കാറില്ല എന്ന്. क्योंकि वो जो हम चार्ट लिख रहे हैं किसी को दिखाने के लिए नहीं लिख रहे हैं, हम अपनी सेल्फ प्रोग्रेस के लिए लिख रहे हैं वो चार्ट. കാരണം നമ്മൾ ചാർട്ട് എഴുതുന്നത് വേറൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചാർട്ട് എഴുതുന്നത്. परिवर्तन के लिए सबसे पहली चीज होती है सही चेकिंग. നമ്മൾക്ക് പരിവർത്തനം, മാറ്റം വരണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട കാര്യം ശരിക്കുമുള്ള ചെക്കിംഗ് ആണ്. സത്യസന്ധമായ ചെക്കിംഗ് നമ്മൾ ചെയ്യണം. क्योंकि अगर चेकिंग सही नहीं है तो परिवर्तन भी नहीं हो सकता. കാരണം നമ്മളുടെ ചെക്കിങ്, നമ്മളെ പരിശോധിക്കുന്നത് ശരിയായ രീതിയിലല്ല എങ്കിൽ പരിവർത്തനം ഉണ്ടാവില്ല. तो अमृत वेला अगर आपको लगता है उतना अच्छा नहीं हुआ, 20%, 30%, 40%, अपने अकॉर्डिंग सही से चेक करके अपने को परसेंटेज में मार्क्स देने हैं. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് അമൃതവേള അത്ര ശരിയായില്ല, 20%, 30% അങ്ങനെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ നല്ലപോലെ സത്യസന്ധമായിട്ട് നിങ്ങളെ പരിശോധിച്ചിട്ട് നിങ്ങൾ തന്നെ അതിന് ആ മാർക്ക് ഇടണം, പെർസെൻറ്റേജ് എഴുതണം. कई लोग मिलते हैं, जब वो कहते हैं ना कि चार्ट क्यों नहीं रखते, तो वो लोग बोलते हैं कई भाई बहनें कि हम इसलिए चार्ट नहीं रखते क्योंकि जब चार्ट लिखते हैं ना और ज़्यादा डिमोटिवेट हो जाते हैं. ചില ആളുകളെ കാണുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, ഞാൻ എന്താ ചാർട്ട് വെക്കാത്തതെന്ന് അറിയോ, ഞാൻ ചാർട്ട് എഴുതുന്നതിനനുസരിച്ച് എനിക്ക് കുറേ കൂടെ താഴേക്കാണ്, ഡീമോട്ടിവേഷനാണ് കിട്ടുന്നത്, ഡീമോട്ടിവേറ്റ് ആയി പോകുന്നത്, കുറേ കൂടെ താഴേക്കാണ് പോകുന്നത്. ഇത് കാണുമ്പോൾ ഒന്നും കൂടെ തളർന്നു പോകും ഹൃദയം ചാർട്ട് കാണുമ്പോൾ. क्योंकि कई बार ऐसा लगता है ना चार्ट लिखते हुए कि मुरली भी अच्छे से स्टडी नहीं की, ये भी नहीं किया, ये भी नहीं किया, तो इसलिए फिर मन नहीं करता है चार्ट लिखने का. കാരണം എന്താണെന്നറിയാം, ചാർട്ട് എഴുതാൻ ചെന്നിരിക്കുമ്പോൾ നോക്കുമ്പോൾ മുരളിയും കേട്ടില്ല, അല്ലെങ്കിൽ മുരളി വായിച്ചിട്ടുമില്ല, അതും ചെയ്തില്ല, ഇതും ചെയ്തില്ല. അപ്പം ചാർട്ട് എഴുതാനുള്ള ഒരു മൂഡ് അങ്ങ് പോവും, മനസ്സ് വരില്ല. लेकिन चार्ट रखने से होगा क्या, एक दिन मान लो आपने अच्छे से नहीं भी किया, लेकिन अगले दिन के लिए हमारा अटेंशन कई गुना इंक्रीज हो जाएगा कि मुझे अच्छे से चार्ट रखना है. और जब हर दिन रखना शुरू करेंगे तो सुबह सुबह अपने आप आएगा कि नहीं, मुझे रात को लिखना पड़ेगा, इसलिए मुझे अमृत वेला पावरफुल करना है, मुरली ध्यान से सुननी है, मुरली को रिवाइज अच्छे से करना है.
മുരളി ചാർട്ട് വെക്കുന്നത് കൊണ്ട് വളരെയധികം പ്രയോജനമുണ്ട്. ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ചാർട്ട് എഴുതുന്നെങ്കിൽ നമുക്കൊരു ശ്രദ്ധ വരും, ഇല്ല എനിക്ക് അടുത്ത ദിവസം ഇത് കുറേ കൂടി നല്ലതാക്കി മാറ്റണം എന്ന്. അപ്പം നമ്മൾക്ക് ശ്രദ്ധ വരും. അമൃതവേളയിൽ എഴുതിയേക്കുമ്പോഴേ ഇല്ല എനിക്ക് വൈകുന്നേരം ചാർട്ട് എഴുതാനുള്ളതാണ്, അപ്പോൾ അതിലെനിക്ക് എഴുതണം. അപ്പോൾ മുരളി കേൾക്കുമ്പോഴും മുരളി റിവൈസ് ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നൽ വരും, കാരണം ഇതെല്ലാം എനിക്ക് ചാർട്ടിൽ എഴുതാനുള്ളതാണ് എന്നതുകൊണ്ട്. और उस चार्ट में 2 चीजें और हमें करनी है, 2 रोज और बनानी है. उसमें एक बनानी है अपने को 50 टाइम्स 50 बार आत्मा देखने का अभ्यास. ഇനി ഈ ചാർട്ടിൽ വേറൊരു 2 കാര്യം കൂടെ നമ്മൾക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഇതാണ്, നമ്മൾ ഈ ചാർട്ടിൽ എഴുതേണ്ടത് ഒരു ദിവസം ഞാൻ എന്നെ ഒരു 50 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ആത്മാവായിട്ട് കാണണം. സ്വയം ആത്മാവായിട്ട് കാണണം. क्योंकि ये हमारा पहला और अंतिम पाठ है. കാരണം ഇതാണ് നമ്മളുടെ ആദ്യത്തെയും അവസാനത്തെയും പാഠം. और जब हम अपने को आत्मा देखते हैं तो उसमें ऐसा नहीं कि 2-2 मिनट 5-5 मिनट, सिर्फ 10 सेकेंड 15 सेकेंड एकाग्र हुए, मैं आत्मा मस्तक के मध्य चमक रही हूं, बस. നമ്മൾ ആത്മാവായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു 10-15 മിനിറ്റ് ഇരുന്ന് അങ്ങ് ആത്മാവാണെന്ന് ചിന്തിക്കുകയല്ല. നമ്മൾ കുറച്ച് സെക്കൻഡുകളിൽ, ഒരു 10-15 സെക്കൻഡിൽ ഞാൻ ആത്മാവാണ്, മസ്തക മധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നമ്മൾ നമ്മളെ കാണണം. और दूसरा लिखना है उसमें दूसरे को 50 टाइम्स आत्मा देखने का अभ्यास. ഇനി നമ്മൾ ചാർട്ടിൽ ആ 2 കോളം സെപ്പറേറ്റ് പറഞ്ഞതിൽ അടുത്ത കോളത്തിൽ എഴുതേണ്ടതാണ്, നമ്മൾ മറ്റുള്ളവരെ അങ്ങനെ 50 പേരെങ്കിലും അല്ലെങ്കിൽ ഒരു 50 പ്രാവശ്യമെങ്കിലും മറ്റുള്ളവരെ ആത്മാവായിട്ട് കാണാൻ വേണ്ടി അഭ്യസിക്കണം. और यहाँ आज तो हमारे लिए बहुत इजी है, आज और कल, क्योंकि हम इतने सारे हैं, है ना. एक मिनट भी लगाएंगे हम, 2 मिनट भी लगाएंगे तो सबको हम आत्मिक स्वरूप में देख सकते हैं. और हमेशा नियम बनाना है, जिसको भी हम देखें कहाँ देखना है, मस्तक के मध्य. ഇപ്പം ഇന്നും നാളെ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, കാരണം ഇവിടെ ഇത്രയും പേരുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്നാൽ ഇത്രയും പേരെ കാണുമ്പോൾ 50-ൽ കൂടുതൽ ആളുകളുണ്ട്, ആത്മാവായിട്ട് നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് വേറൊരാളെ നോക്കുമ്പോൾ ഇത് നമ്മളൊരു നിയമം ഉണ്ടാക്കണം, നമ്മൾ ആരെ നോക്കിയാലും അവരുടെ മസ്തക മധ്യത്തിലാണ് നമ്മൾ നോക്കേണ്ടത്. क्योंकि कई बार होता है, जैसे जब नए नए होते हैं कई, तो कहीं आते हैं ना, तो जैसे उनको जब दृष्टि दे रहे योग में, तो कई क्या करते हैं, ऐसे देखते देखते कभी इधर देखेंगे कभी इधर देखेंगे, देख नहीं पाते हैं वो सामने. കാരണം ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. ചിലർക്ക് ദൃഷ്ടി കൊടുക്കുമ്പോൾ അവർ അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവർക്ക് ശീലമില്ലായിരിക്കും, അങ്ങനെ നോക്കിയിട്ട് അവിടെ എവിടെയെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, അങ്ങനെ മസ്തകത്തിൽ നോക്കാറില്ല. और इस भट्टी में हम ये अभ्यास भी करेंगे कि जो हमारी आंखें हैं, योगी की आंखें कैसी होती हैं, स्थिर, है ना. तो हमें भी हमारी आंखें कैसी होनी चाहिए, स्थिर. ऐसा ना हो कभी इधर देख रहे हैं कभी उधर देख रहे हैं. सेशन के समय भी कई बार होता है, हम बैठे हैं, पीछे से कोई आवाज आई, उधर देखना शुरू किया, यहाँ से कोई जा रहा है, इधर देखना शुरू किया. नहीं, आंखें हमारी क्या होनी चाहिए, स्थिर. അതേപോലെ തന്നെ നമ്മൾ വേറൊരു നിയമം കൂടെ ഈ ഭട്ടിയിൽ നിന്ന് ഉറപ്പിച്ചിട്ട് പോകണം. നമ്മുടെ കണ്ണുകൾ വളരെ സ്ഥിരതയുള്ളത്, ചഞ്ചലമാകാൻ പാടില്ല, സ്ഥിരതയുള്ളതായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പുറകിൽ നിന്നൊരു സൗണ്ട് കേട്ടു, അല്ലെങ്കിൽ അവരതുവഴി പോയി ഇവരിതുവഴി പോയി, അപ്പം നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായാൻ പാടില്ല. ഒരു യോഗിയുടെ ലക്ഷണം എന്ന് പറയുന്നത് തന്നെ സ്ഥിരതയുള്ള കണ്ണുകളാണ്. और फिर चार्ट में क्या रखना है, ट्रैफिक कंट्रोल. ഇനി ചാർട്ടിൽ എഴുതേണ്ട അടുത്ത പോയിന്റ് ട്രാഫിക് കൺട്രോൾ. दिस इज वेरी वेरी इंपॉर्टेंट. हर 1 घंटे के बाद 1 मिनट साइलेंस. അതേപോലെ വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്, ഓരോ മണിക്കൂറിനും ശേഷവും 1 മിനിറ്റ് സൈലൻസ്, ശാന്തമായിട്ടിരിക്കണം. और हम कई बार ट्रैफिक कंट्रोल क्यों नहीं करते हैं, बहुत लोगों से जब अनुभव सुना, उनसे पूछा, तो बहुत लोगों के मन में आता है, वो सोचते हैं बस ये काम कर रहे हैं, एक बार ये काम पूरा हो जाए फिर आराम से बैठकर योग करेंगे आराम से. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ എന്താ ട്രാഫിക് കൺട്രോൾ ചെയ്യാത്തതെന്നറിയോ, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ചിലപ്പോൾ ട്രാഫിക് കൺട്രോൾ വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കും ഈ പണിയൊക്കെ തീർന്നിട്ട് പിന്നെ സ്വസ്ഥമായിട്ടിരുന്ന് എന്ത് ചെയ്യാം, ട്രാഫിക് കൺട്രോൾ ചെയ്യാം എന്നും.
है ना, लेकिन ऐसा कभी नहीं होगा हमें लगे कि आराम से काम सारे निपटा कर फिर बैठ के योग करेंगे, ऐसे नहीं होगा। काम तो चलते रहेंगे, करते 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 बीच में 1 मिनट ये शक्ति हम सबके अंदर होनी चाहिए। कोई भी काम कर रहे हैं, क्या बीच में 1 मिनट के लिए डिटैच हो सकते हैं सब बातों से? അതായത് അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ജോലിയെല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കിരുന്ന് യോഗം ചെയ്യാന്നുള്ളത്. അതുകൊണ്ട് ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും നമ്മൾ 1 മിനിറ്റ് നിങ്ങൾ പരിശോധിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്ക് ഡിറ്റാച്ച്ഡ് ആകാൻ സാധിക്കുമ്പോൾ ഈ ശക്തി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ വേണം. കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലും 1 മിനിറ്റ് നമ്മൾ ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആകണം. അങ്ങനെയുള്ള ശക്തി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക്. और ट्रैफिक कंट्रोल में करना क्या है? जैसे हर घंटे के बाद 1 मिनट हम बैठे, कोशिश ये करनी है कि सब कुछ काम छोड़कर बैठ जाइए। लेकिन कभी कभी कुछ केसेस में अगर वो संभव नहीं भी होगा, कर्म करना शायद, मान लो आप गाड़ी चला रहे हैं या किसी से कोई बात कर रहे, मीटिंग है कोई, तो हो सकता है वहाँ पर आप ब्रेक नहीं ले सकते। कहीं कहीं संभव है, कहीं कहीं संभव नहीं है। अगर नहीं है उस समय क्या करना है? सिर्फ अपने मन को चेक करना और संकल्पों को चेंज करना. അതായത് ട്രാഫിക് കൺട്രോൾ എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കത് നിർത്തിവെക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അത് ചെയ്യുന്നതിൻ്റെ ഇടയിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു ചെക്കിങ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ ആ 1 മിനിറ്റ് നമ്മൾ നമ്മുടെ ഉള്ളിലൊന്ന് ചെക്ക് ചെയ്യണം. और उसको अगर हम 70-80% भी अच्छे से करते हैं ना, इट इज मोर देन इनफ. അത് നമുക്ക് ഈ ഇപ്പൊ ട്രാഫിക് കൺട്രോൾ ആണെങ്കിൽ പോലും നമുക്കൊരു 70%, 80% എന്തായാലും നല്ലതുപോലെ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. और करना क्या है ट्रैफिक कंट्रोल में? इसको डिफरेंट अभ्यास करने हैं. जैसे कभी कभी आप अभ्यास क्या कर सकते हैं? मैं शांति का फरिश्ता हूं, मुझसे पूरे संसार में वाइब्रेशंस फैल रहे हैं. അതേപോലെ ഈ ട്രാഫിക് കൺട്രോളിൽ ഓരോ സമയത്തും നമ്മൾ വേറെ വേറെ അഭ്യാസമാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ട്രാഫിക് കൺട്രോളിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാം: ഞാൻ ശാന്തിയുടെ ഫരിസ്തയാണ്, എന്നിൽ നിന്ന് ശാന്തിയുടെ പ്രകമ്പനം ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. और कभी क्या कर सकते हैं? अपने देव स्वरूप, 1 मिनट मिला हमें, अपने देव स्वरूप को देखना, उसमें स्थित हो जाना. ഇനി വേറൊരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കൊരു മിനിറ്റ് കിട്ടി, നമ്മൾ നമ്മുടെ ദേവസ്വരൂപത്തിനെ കാണണം, എന്നിട്ട് ആ സ്ഥിതിയിൽ നമ്മൾ സ്ഥിതി ചെയ്യണം. और कभी आप क्या अभ्यास कर सकते हैं? पांडव भवन में आप पहुंचे, सामने बाबा और मम्मा है, आंगन में आप बाबा के साथ मम्मा के साथ सैर कर रहे हैं. ഇനി വേറൊരു ട്രാഫിക് കൺട്രോളിന്റെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ നേരെ പാണ്ഡവ ഭവനിലെത്തണം. പാണ്ഡവ ഭവന്റെ മുറ്റത്ത് ബാബയും അമ്മയും ഉണ്ട്. 2 പേരുടെയും കൂടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ബാബയുടെയും അമ്മയുടെയും കൂടെ അങ്ങനെ കൈയും പിടിച്ച് നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. तो इसको हमें अलग अलग क्रिएटिव करना पड़ेगा. नवीनता चाहिए मन को. एक चीज कितनी भी अच्छी हो, मान लीजिए आपको कोई चीज है जो बहुत पसंद है, ठीक है, आपका फेवरेट कोई भी चीज हो सकती है खाने की. आपको 1 दिन खिलाया जाए, आप आराम से खा लेंगे. 2 दिन खिलाया जाए तो भी शायद खा लेंगे. लेकिन सोचो 10 दिन आपको वही चीज खिलाते जा रहे हैं, खा पाएंगे या नहीं खा पाएंगे? അതായത് ഇപ്പം നമ്മൾ ഒരു കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു സാധനം നമുക്ക് എത്ര ഇഷ്ടമാണെങ്കിൽ അത് എന്നും കിട്ടുമ്പോൾ എങ്ങനെ ഇരിക്കും? ഇപ്പം നമുക്ക് ബ്രെഡും ചീസും എന്നും ഇഷ്ടമാണ്. ആദ്യത്തെ ദിവസം നമ്മൾ സന്തോഷത്തോടെ കഴിക്കും, രണ്ടാമത്തെ ദിവസവും നമ്മൾ സന്തോഷത്തോടെ കഴിക്കും. ഒരു 10 ദിവസം നിങ്ങൾക്ക് ഡെയിലി ബ്രെഡും ചീസും തന്നെ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളത് ഇഷ്ടപ്പെടോ കഴിക്കാനായിട്ട്? नहीं खा पाएंगे ना. जैसे अभी हम चेन्नई गए थे तो वहां पर क्या था? सुबह डोसा, दोपहर को डोसा, सब समय मुझे बहुत पसंद है. लेकिन एक समय के बाद हमने वहां की दीदी को कहा, दीदी आज डोसा नहीं खाना है. അതായത് അനുഭവം പറയാണ്, ചെന്നൈയിൽ പോയപ്പോഴത്തേക്ക് രാവിലെയും ദോശ, ഉച്ചയ്ക്കും ദോശ, രാത്രിയും ദോശ. ദോശയാണെങ്കിൽ നല്ല ഇഷ്ടമാണ്, പക്ഷെ അതങ്ങനെ തുടർന്നപ്പോൾ ഞാൻ അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു, ഇനി എനിക്ക് ദോശ വേണ്ട എന്ന്. तो हमें क्या करना है? अलग अलग अभ्यास करने हैं. इंटरेस्टिंग बनाना है अपने अभ्यास को.
कभी मधुबन, कभी ज्ञान सरोवर, कभी शांतिवन, कभी शांति का फरिश्ता, कभी देव स्वरूप, कभी पूज्य स्वरूप, ऐसे अलग अलग अनुभव करने हैं. അതേപോലെ നമ്മളും ഇങ്ങനെയുള്ള പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേറെ വേറെ കാര്യങ്ങളുടെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളുടെ പ്രാക്ടീസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റണം. ഇടയ്ക്ക് നമ്മൾ ശാന്തിവനിൽ, ഇടയ്ക്ക് ജ്ഞാൻ സരോവറിൽ, ഇടയ്ക്ക് മധുബനിൽ, ഇടയ്ക്ക് ശാന്തിയുടെ ഫരിസ്ത, ഇടയ്ക്ക് ദേവസ്വരൂപം, ഇടയ്ക്ക് പൂജ്യസ്വരൂപം, അങ്ങനെ വെവ്വേറെ അഭ്യാസം ചെയ്യണം. तो ट्रैफिक कंट्रोल लिखा उसमें अपने चार्ट में, और ट्रैफिक कंट्रोल के आगे क्या लिखना है? सिर्फ परसेंटेज. डिटेल में लिखने की जरूरत नहीं है. सिर्फ आराम से 1 मिनट चेक कर लीजिए आज क्या क्या किया मैंने, ट्रैफिक कंट्रोल कैसा रहा. 10%, 20%, 30%, जो भी सच्चा चार्ट है वो बस लिख दीजिए. അപ്പം നമ്മുടെ ചാർട്ടിൽ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് ട്രാഫിക് കൺട്രോൾ ആണ്. ട്രാഫിക് കൺട്രോളിൻ്റെ അവിടുത്തെ കോളത്തിൽ പെർസെൻറ്റേജ് ആണ് എഴുതേണ്ടത്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഏത് സ്ഥിതിയിലിരുന്നാണ്, എത്ര നേരം എങ്ങനെ ചെയ്തു എന്നുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണോ ആ പെർസെൻറ്റേജ് ആ കോളത്തിൽ എഴുതണം, എത്ര ശതമാനം ചെയ്തു എന്നുള്ളത്. फिर आएगा नुमा शाम. അത് കഴിഞ്ഞാൽ വൈകുന്നേരം സന്ധ്യായോഗം. अभी आज ही एक भाई से बात हो रही थी, तो वो एक बहुत अच्छी माना उनका बिजनेस है, तो अभी वो प्रोग्राम कुछ अरेंज करना चाह रहे थे फेब में या मार्च में. तो लगभग पिछले मुझे लगता है 1 साल पहले हम वहाँ उनके पास गए थे सेंटर पे. तब से उन्होंने पुरुषार्थ करना शुरू किया. तो उन्होंने बताया रेगुलर अमृत वेला, रेगुलर मुरली, एंड उन्होंने कहा 5 बजे मैं ऑफिस से वापस आ जाता हूँ, तैयार होकर सेंटर पर जाकर नुमा शाम योग करता हूँ. അതായത് അടുത്ത പോയിന്റ് ചാർട്ടിൽ എഴുതേണ്ടത് സന്ധ്യ നേരത്തെ യോഗമാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഭായിയോട് സംസാരിക്കായിരുന്നു. ഒരു ബിസിനസ്സുകാരൻ ഭായിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ പോകുന്നു, ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ്. പക്ഷെ അദ്ദേഹം 1 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പുരുഷാർത്ഥമാണ്. അതായത് അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ഡെയിലി സെൻറ്ററിൽ പോയി മുരളി കേൾക്കും, ഞാൻ ഡെയിലി അമൃതവേള ചെയ്യും, അതുപോലെ എന്നും വൈകുന്നേരം 5 മണിക്ക് ഞാൻ വീട്ടിലെത്തും. എന്തിനാണെന്നറിയോ? സന്ധ്യായോഗം ചെയ്യാൻ വേണ്ടിയിട്ട്. तो नुमा शाम योग जरूर करना है हमें. അതുകൊണ്ട് നമ്മൾക്ക് ഈ വൈകുന്നേരം സന്ധ്യായോഗം നമ്മൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. अगर संभव हो तो सेंटर पर आकर, പറ്റുമെങ്കിൽ നമ്മൾ സെന്ററിൽ വന്നിരുന്ന് തന്നെ ചെയ്യണം, പറ്റുമെങ്കിൽ. और अगर सेंटर दूर है, शाम को नहीं आ सकते, जो भी कारण है, घर में हमें ऐसा स्थान जरूर बनाना है हर किसी को, जहां बैठकर हमें अमृत वेला और नुमा शाम करना है. ഇനി നമുക്ക് സെന്റർ ഭയങ്കര ദൂരമാണ്, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ വരാൻ പറ്റാത്തവരാണ് എങ്കിൽ അവർ വീട്ടിൽ ഉറപ്പായിട്ടും അമൃതവേള ചെയ്യാനും വൈകുന്നേരം യോഗം ചെയ്യാനും വേണ്ടി ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടിരിക്കണം, ഒരു സ്ഥലം അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കണം. അവിടെ ഇരുന്ന് ഉറപ്പായിട്ടും നമ്മൾ വൈകുന്നേരത്തെ യോഗം ചെയ്തിരിക്കണം. और नुमा शाम का समय वैसे तो 6:30 से 7:30 है, लेकिन हो सकता है आप में से कोई वर्किंग हो या कुछ और रिस्पॉन्सिबिलिटीज हो, वो समय कई बार किसी किसी के साथ संभव नहीं भी होता है, तो आप उसके अकॉर्डिंग सेट करिए. 6 से 6:30, आधा घंटा तो जरूर करना है. 1 घंटा हो तो बहुत अच्छा है, नहीं तो हमें चाहे 6 से 6:30, मान लो आप 6:30 से 7:30 नहीं भी कर पाते हैं, 7:30 से 8, 7 से 7:30, लेकिन हमें ये पक्का नियम बना लें. और चार्ट में क्या लिखना है? नुमा शाम कब से कब तक किया और परसेंटेज. അതായത് വൈകുന്നേരത്തെ യോഗത്തിന്റെ സമയം എന്ന് പറയുന്നത് 6:30 മുതൽ 7:30 വരെയാണ്. പക്ഷെ നിങ്ങളിൽ ചിലർ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാരണവശാൽ അത്രയും നേരം ഇരുന്ന് യോഗം ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കണം. 1 മണിക്കൂറാണ്, പക്ഷേ പറ്റാത്തവർ ഒരു അരമണിക്കൂറെങ്കിലും ചെയ്തിരിക്കണം. അത് 6 മണി തൊട്ട് 6:30 വരെ ആകാം, 6:30 തൊട്ട് 7 മണി വരെ ആകാം, 7 തൊട്ട് 7:30 ആവാം. ഇനി അപ്പോഴും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ 7:30 തൊട്ട് 8 മണി വരെ ചെയ്യാം. എന്നിട്ട് നമ്മളുടെ വൈകുന്നേരത്തെ സന്ധ്യായോഗത്തിന്റെ കോളത്തിൽ ചാർട്ടിൽ എഴുതേണ്ട പോയിന്റ് എപ്പോൾ മുതൽ എപ്പോൾ വരെ നമ്മൾ യോഗം ചെയ്തു, എത്ര പെർസെൻറ്റേജ് യോഗം ചെയ്തു, ശതമാനം എഴുതണം. और चार्ट में जो लास्ट चीज लिखनी है वो है भोजन. ചാർട്ടിൽ അവസാനം എഴുതേണ്ട കാര്യം ആഹാരം, ഭോജനം. भोजन बनाते हुए और भोजन करते हुए बाबा की याद में रहना.
ആഹാരം ഉണ്ടാക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ബാബയുടെ ഓർമ്മയിലിരിക്കണം. जगदीश भाई जी हमेशा क्लासेस में बोलते थे कि भोजन अगर हम याद में करते हैं, बनाते हैं, तो हमारा 50% पुरुषार्थ हो जाता है. ജഗദീഷ് ഭായി എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന ഒരു പോയിന്റാണ്, നമ്മൾ ആഹാരം ബാബയുടെ ഓർമ്മയിൽ ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മളുടെ 50% പുരുഷാർത്ഥം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. तो थोड़े दिन पहले आया भी था कि भोजन बाबा की याद में अगर नहीं करेंगे तो कौन ताकतवर बन जाएगी. അതായത് കുറച്ച് ദിവസം മുമ്പ് മുരളിയില് ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ബാബയുടെ ഓർമ്മയിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരുടെ ശക്തി കൂടും? माया शक्तिशाली बन जाएगी. മായ പവർഫുൾ ആ. तो बाबा की याद में हमें भोजन करना है, मोबाइल या टीवी देखते हुए नहीं. അതുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ തന്നെ നമ്മൾ ആഹാരം കഴിക്കണം. മൊബൈൽ കണ്ടുകൊണ്ടോ ടി.വി. കണ്ടുകൊണ്ടോ നമ്മൾ ആഹാരം കഴിക്കാൻ പാടില്ല. और आप में से कोई सास बहू सीरियल्स तो नहीं देखता है ना? एक बार रिपीट. आप में से कोई सीरियल्स तो नहीं देखता है ना, सास बहू वाले? ആ, നിങ്ങള് ഈ അമ്മായി മരുമോളുടെ അടിയുള്ള സീരിയലുകളൊന്നും കാണാറില്ലല്ലോ ആരും. ആ, ചിരി കാണുമ്പോ തന്നെ അറിയാം. अगर कोई तो बैठा होगा, एक दो तो होंगे ऐसे पक्का से. अगर देखते हैं, नहीं, हमें अपना समय सफल करना है. अगर लग रहा है योग नहीं लग रहा, कुछ नहीं, कोई क्लासेस सुनिए. इतनी पुरानी क्लासेस, दादियों के अनुभव है ना, या नई क्लासेस भी सुन सकते हैं. मतलब अपने आप को, अगर मुझे कुछ अच्छा देखना ही है तो कुछ अच्छा देखें, बाबा से रिलेटेड. पीस ऑफ माइंड चैनल है, यूट्यूब पर कितनी सारी अच्छी चीजें हैं. हमें व्यर्थ के सीरियल्स, व्यर्थ की മൂവീസ്, ये सब नहीं देखना है. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അങ്ങനെയുള്ള സീരിയലുകളൊന്നും കാണാൻ പാടില്ല. നിങ്ങൾക്ക് ഇപ്പോൾ യോഗം കിട്ടുന്നില്ല എന്ന് വെച്ചോളൂ, നല്ല യോഗം വരുന്നില്ല എങ്കിൽ നിങ്ങൾ ദാദിമാരുടെയൊക്കെ അനുഭവം കേൾക്കണം, വായിക്കണം എന്നുള്ളതാണ്. ഇപ്പം മൊബൈലിൽ എന്തെങ്കിലും കണ്ടേ പറ്റൂ എന്നാണെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ചാനലുണ്ട്, നമ്മുടെ തന്നെ എത്രയോ നല്ല നല്ല കാര്യങ്ങളുണ്ട്, അത് കാണാമല്ലോ. അല്ലാണ്ട് ഒരു കാരണവശാലും വ്യർത്ഥമായ സിനിമയോ സീരിയലോ വ്യർത്ഥമായ കാര്യങ്ങളോ നമ്മൾ കാണരുത്. क्योंकि अगर मन के अंदर हम कचरा डालेंगे तो बाबा की याद नहीं रहेगी. കാരണം നമ്മുടെ മനസ്സിനുള്ളിൽ അഴുക്ക് നിറച്ചിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബാബയെ ഓർമ്മിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. तो ये कुछ चीजें जो हमें चार्ट में लिखनी है, और जैसे कहा कि अगर किसी दिन नहीं लिख पा रहे हैं पूरा, तो उस समय क्या करना है, सिर्फ ओके लिख देना है, लेकिन लिखना जरूर है. इससे क्या होगा, हमारा नियम पक्का रहेगा. ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചാർട്ടിൽ എന്നും എഴുതേണ്ടതാണ്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ല എങ്കിൽ ഏത് കാര്യം എഴുതണം? ഓക്കെ എന്ന് എഴുതണം. പക്ഷേ നിയമം പോലെ നമ്മൾ പാലിച്ചിരിക്കണം. അതിന്റെ ധാരണ നമുക്ക് വേണം. तो ये सीरियल का भी चार्ट में लिखना है भाई जी? नहीं, वो तो वैसे ही बोला मैंने. ये नहीं लिखना है सीरियल कितने % देखा. ऐसा സീരിയൽ ഞാൻ എത്ര ശതമാനം കണ്ടു എന്നൊന്നും ചാർട്ടിൽ എഴുതണ്ട. അത് ഭായി പറഞ്ഞപ്പോ കൂടെ പറഞ്ഞെന്നേ ഉള്ളൂ. ठीक है, तो ये चार्ट है, बहुत सिंपल चार्ट है ये, और इसको हर कोई कर सकता है. नियम कब बनता है, नियम कब टूटता है, एक दिन मिस होता है पहले. हमेशा ऐसा होता है, आप कर रहे हैं कोई काम, एक दिन मिस होगा सिर्फ. जैसे मुरली का भी ना, कई लोग क्या करते हैं, हाँ बस एक दिन छोड़ दिया. एक दिन से क्या होता है फिर वो 2 दिन 3 दिन, फिर मन करता है. जैसे एक भाई थे तो कई दिनों से नहीं आ रहे थे सेंटर पे, तो मैंने बोला क्या हो गया, कहते 2 दिन मेरे से मिस हो गई, और फिर मेरे को ना लगता है मैं कैसे जाऊं, लोग क्या कहेंगे, टीचर बहन क्या कहेगी. तो हमें मिस नहीं करना है एक भी दिन. जैसे कभी कभी मान लो जो नए हैं, मान लो आप किसी दिन सेंटर नहीं आ पाए, जल्दी नहीं पहुंच पाए, तो मिस करने की जगह क्या होता है, चाहे लेट पहुंचे उस दिन कोई बात नहीं, चाहे 5 मिनट के लिए हम पहुंचे, लेकिन हमें वो नियम नहीं तोड़ना है. क्योंकि एक दिन मिस होगा तो फिर वो एक दिन
2 दिन में 3 दिन में आगे आगे बढ़ता जाएगा. അപ്പോൾ ഈ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കേണ്ടതാണ്. നിയമങ്ങൾ ഒരു കാരണവശാലും നമ്മൾ പാലിക്കാതിരിക്കാൻ പാടില്ല എന്ന്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ മുരളി മിസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളിത് ചെയ്തില്ല എങ്കിൽ അടുത്ത ദിവസവും അത് തന്നെ സംഭവിക്കുന്നതാണ്. അങ്ങനെ ഒരു ഭായിയെ ഞാൻ പരിചയപ്പെട്ടായിരുന്നു. അദ്ദേഹമാണെങ്കിൽ കുറേ ദിവസമായിട്ട് സെൻറ്ററിൽ വരുന്നേ ഇല്ലായിരുന്നു. അപ്പം അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് 2 ദിവസം വരാൻ പറ്റിയില്ല. അപ്പോൾ 3-ാമത്തെ ദിവസം പിന്നെ ആലോചിച്ചു, ഇനി എങ്ങനെ സെൻറ്ററിൽ ചെന്ന് കയറും, അവിടെ ഉള്ളവരെന്ത് പറയുമെന്ന്. അങ്ങനെ പിന്നെ വരാതായി എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു കാര്യം ചെയ്യാതിരിക്കാൻ പാടില്ല. ഇപ്പം നിങ്ങൾ പുതിയവരാണെന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് സെൻറ്ററിൽ ചിലപ്പോൾ ലേറ്റായി എന്ന് വെച്ചോളൂ, ലേറ്റായാലും കുഴപ്പമില്ല. ഇനി 5 മിനിറ്റേ അവസാനം എനിക്ക് വരാൻ പറ്റും, അവസാനത്തെ 5 മിനിറ്റാണ് എനിക്ക് വരാൻ, എന്നിരുന്നാലും കുഴപ്പമില്ല. നിയമം പാലിക്കാനുള്ളതാണ്, അത് കളയാനുള്ളതല്ല. അതുകൊണ്ട് നിയമത്തിൽ നമ്മൾ പക്കയാകണം, ഒരിക്കലും നിയമം പാലിക്കാതിരിക്കാൻ പാടില്ല. तो ये काफी सारे पॉइंट्स हमारे हो गए है ना. पहला मुरली, दूसरा मुरली रिवीजन, थर्ड अमृतवेला, फोर्थ क्या था? ट्रैफिक कंट्रोल. हाँ, 5वां अपने को आत्मा देखना, और 6ठा दूसरे को 50 टाइम्स आत्मा देखना. फिर ट्रैफिक कंट्रोल, नुमा शाम, भोजन, बस इतना बहुत है. क्यों? क्योंकि अगर ज्यादा बड़ा बनाएंगे तो 2 दिन करेंगे सिर्फ. उसके बाद मन क्या कहेगा, नहीं अभी आराम, समय तो है नहीं, चलो कोई बात नहीं, अभी सिर्फ ओके लिख देते हैं फिर. लेकिन फिर वो ओके भी क्या हो जाएगा, कई दिन चलना शुरू हो जाएगा. तो ओके कब है? जब किसी दिन विशेष बिजी थे, नहीं लिख पाए, उस दिन है सिर्फ. अदरवाइज अगर हम इस चार्ट को पक्का रखेंगे तो आप देखेंगे ऑटोमेटिक बाबा से प्यार का हमें गहरा अनुभव होगा. क्यों? क्योंकि जब हम श्रीमत पर चलते हैं, कई लोग ये प्रश्न पूछते हैं बाबा से प्यार कैसे बढ़े. बाबा से प्यार बढ़ाने की एक ही विधि है, जितना श्रीमत पे चलेंगे उतना बाबा से प्यार हमें गहरा अनुभव होना शुरू हो जाएगा. അപ്പോൾ ചാർട്ടിൽ എഴുതേണ്ട പോയിന്റ്സ് എല്ലാം മനസ്സിലായല്ലോ. അപ്പം ഇത് നമ്മൾ ഇപ്പം തുടക്കത്തിൽ തന്നെ അങ്ങനെ ഭയങ്കര വിശാലമായിട്ടൊന്നും അങ്ങ് തുടങ്ങണ്ട, ഇത്ര കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. കാരണം വലിയ കാര്യമാകുമ്പോൾ പിന്നെ പതുക്കെ പതുക്കെ നിങ്ങൾ തന്നെ ഡെയിലി ഓക്കെ എന്ന് എഴുതാൻ തുടങ്ങും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തും എഴുതില്ല, ഓക്കെയും എഴുതില്ല. അതുകൊണ്ട് ഷോർട്ടായി ഇപ്പം തൽക്കാലം ഇത്രയും മതി എന്നുള്ളതാണ്. പക്ഷേ ഇത് നമ്മൾ പാലിച്ചിരിക്കണം. ഇത് പാലിക്കുന്നതിനനുസരിച്ച് ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്ക് കിട്ടും. ബാബയുടെ ശ്രീമത്ത് പാലിക്കുന്നതിനനുസരിച്ച് ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടും. ചിലരിങ്ങനെ ചോദിക്കാറുണ്ട്, ബാബയുടെ സ്നേഹം എങ്ങനെയാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത് എന്ന്. ബാബയുടെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ അതിനൊറ്റ ആധാരമേ ഉള്ളൂ, ബാബ തന്നിരിക്കുന്ന നിയമങ്ങൾ ആര് പാലിക്കണം? നമ്മൾ പാലിക്കണം. और जैसे ये 2 अभ्यास कि अपने को आत्मा समझना और दूसरे को आत्मा देखना, हम इसको लगभग, वैसे तो हमेशा ही प्रैक्टिस करते थे, पहले भी बहुत किया इसको, लेकिन पिछले 6 मंथ से इस पर विशेष अभ्यास कर रहे हैं और बहुत से कुमारों को ये प्रैक्टिस कराई. हर किसी का ये अनुभव रहा कि हमें बाबा से जैसे योग करना इतना इजी हो गया, क्योंकि जब हम दूसरे को आत्मा देखना शुरू करते हैं, प्योरिटी हमारे अंदर आनी शुरू होती है, तो फिर हमारा योग भी बिल्कुल सहज हो जाता है. बैठते ही ना, जैसे बाबा के कमरे में बैठेंगे, ऑटोमेटिक फील होगा कि जैसे साकार में बाबा सामने बैठे हैं और बाबा मेरे को मुस्कुरा कर देख रहे हैं. क्यों देख रहे हैं मुस्कुरा कर? क्योंकि मैं श्रीमत पे चल रहा हूँ. അതേപോലെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, സ്വയം ആത്മാവാണെന്നുള്ള രൂപത്തിൽ കാണണം, മറ്റുള്ളവരെയും ആത്മാവായിട്ട് കാണണം. കുറച്ച് നാളുകളായിട്ട് ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കുമാരന്മാർക്ക് ഈ കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ആത്മാവാണെന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പവിത്രതയുടെ അളവ് കൂടാൻ തുടങ്ങും. നമുക്ക് ബാബയുടെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കും. നമ്മൾ ബാബ റൂമിൽ പോയി ബാബയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ബാബ നമ്മളെ കണ്ട് പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് ബാബ നമ്മളെ കണ്ട് പുഞ്ചിരിക്കുന്നത്? കാരണം ഞാൻ ബാബയുടെ ശ്രീമത്തെല്ലാം പാലിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്.
तो फिर चार्ट हम लिखना शुरू करेंगे कल से, ठीक है? അപ്പൊ നമ്മൾ ചാർട്ട് എഴുതാൻ തുടങ്ങും. എന്ന് മുതലാ? हाँ जी, कल से. നാളെ മുതൽ ആണോ? ചാർട്ട് എന്ന് മുതൽ എഴുതാൻ തുടങ്ങും? ഇന്ന് മുതലോ നാളെ മുതലോ? आज से या कल से? आज से करें? മറ്റന്നാളാ? एक माता जी बोल रही थी परसों से लिखेंगे. परसों से? मतलब यहाँ से जाके घर में बैठ के आराम से लिखेंगे. तो यहाँ नहीं लिखेंगे चार्ट? आज क्या कह रहे हैं? डायरी नहीं लेनी पड़ेगी इसलिए? नहीं नहीं, वो फिर भी बोल रही है परसों से लिखेंगे, यहाँ से घर में जाके आराम से. अच्छा. മാതാജി മറ്റന്നാൾ എഴുതില്ല. ഇപ്പൊ നാളെ ശരീരം വിട്ടാ എന്ത് ചെയ്യും? അതുകൊണ്ട് എന്ന് എഴുതണം? ചാർട്ട് ഇന്ന് മുതൽ എഴുതണം. क्या बोला आपने? क्या बोला? माताजी फिर भी बोल रही है परसों से लिखे. तो मैंने बोला कल शरीर छोड़ेंगे तो फिर कैसे लिखे? फिर ऊपर जाके लिखेंगे, है ना? अगले जन्म में अगला जन्म मिलेगा 3-4 साल 5 साल, तो फिर आपको लिखना भी नहीं आएगा, देख लो. മാതാജി അങ്ങനെ ശരീരം വിട്ടു കഴിഞ്ഞാൽ മോളിൽ പോയിരുന്ന് എഴുതാൻ പറ്റില്ല. പിന്നെ അടുത്ത ജന്മം എടുത്താൽ ഒരു 5 വയസ്സ് വരെ ചാർട്ട് എഴുതാനൊക്കെ പറ്റൂ. എഴുത്തും വായനയും പഠിച്ചാലല്ലേ പറ്റൂ. ओ वो बोल रही है नया डायरी में लिखना है ना. तो हाँ, ये नहीं, मतलब नए डायरी में लिखना है, वो परसों लिखेंगे, लेकिन 2 दिन किस में लिखना है? पुरानी डायरी में लिखना है, ठीक है? जो अभी डायरी होगी उसमें. ഓക്കെ, മാതാജിയുടെ പറഞ്ഞത് ബ്രദർ അംഗീകരിച്ചു. അതായത് പുതിയ ഡയറിയിൽ മറ്റന്നാൾ മുതൽ എഴുതിയാൽ മതി. माताजी आपका तो मैं विशेष चेक करूंगा, ठीक है? कल सुबह. മറ്റന്നാൾ മുതലുള്ളത് പുതിയ ഡയറിയിൽ എഴുതിയാൽ മതി. ഇന്നും നാളെയും ഉള്ളത് ഏതിൽ എഴുതണം? ഈ ബുക്കിൽ എഴുതണം. മാതാജിയുടെ മേലെ സ്പെഷ്യൽ ദൃഷ്ടി വീണിട്ടുണ്ട്. ഇന്ന് തന്നെ ചെക്ക് ചെയ്യും എഴുതിയിട്ടുണ്ട്. चलो ठीक है जी, थैंक यू सो मच. ओम शांति. ओम शांति. आप में से कौन कौन है गृहस्थी? कौन कौन है? നിങ്ങളിൽ ഗൃഹസ്ഥികൾ ആരെല്ലാം ഉണ്ട്? ഗൃഹസ്ഥികള് देखो एकदम से कईयों का हाथ खड़ा है. नहीं, गृहस्थी. ഗൃഹസ്ഥികൾ ആരൊക്കെ ഉണ്ട്? अच्छा, ट्रस्टी कौन है आप सब में से? ട്രസ്റ്റി ആരൊക്കെ? ട്രസ്റ്റി ഇരിക്കുന്നതിൽ सभी हैं ट्रस्टी? ट्रस्टी सभी हैं? എല്ലാരും ട്രസ്റ്റികളാണോ? तो इसको बाहर यहाँ पक्का कर लेना है. मैं कौन हूँ? ट्रस्टी हूँ. किसी की चिंता नहीं. क्यों? क्योंकि हर आत्मा का पार्ट अपना. बच्चों की भी चिंता करनी है या नहीं करनी है? बच्चों की चिंता करनी है या नहीं करनी है? नहीं. ध्यान रखना है, अटेंशन रखना है, समझाना है, उनका ट्रैक सब कुछ करना है, लेकिन मुझे किसी की चिंता नहीं. ഇന്ന് മുതൽ ഈ പാഠം പക്കയാക്കണം. ഞാൻ ആരാ? ട്രസ്റ്റി. എനിക്ക് ആരെയും കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോരുത്തരും ആത്മാവാണ്. അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളെ കുറിച്ച് ചിന്തിക്കണോ വേണ്ടേ? നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, കാര്യങ്ങൾ സംസാരിക്കണം, അവരെ പാലിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എനിക്ക് ആരെ കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യം ഇല്ല. इसको ट्रस्टी को मलयालम में क्या बोलेंगे? സൂക്ഷിപ്പുകാരൻ. सॉरी, सूक्षिपगारन. सुक्षी मतलब संभालने वाला, इसे बोलते हैं संभालने वाला. अच्छा, सुक्षी लिख के देना मेरे को, ठीक है? क्या होता है ट्रस्टी? चलो, थैंक यू. ओम शांति. ओम शांति. ओम शांति. चलो 2 मिनट हम बाबा की याद में बैठेंगे. अपने को ट्रस्टी समझते हुए निश्चिंत होकर ओम शांति. ओम शांति. सभी मुस्कुराकर बोलेंगे. എല്ലാരും നല്ല പുഞ്ചിരിയോടെ പറഞ്ഞേ ഓം ശാന്തി എന്ന്. पहले हम 5 मिनट मेडिटेट करेंगे. ആദ്യം 5 മിനിറ്റ് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം.
ध्यान खुद पर। मैं आत्मा, ഞാൻ ആത്മാ चमक रही हूँ। തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. मस्तक सिंहासन पर विराजमान। മസ്തക സിംഹാസനത്തിൽ വിരാജമാനാണ്. मैं सर्व शक्तियों से भरपूर मास्टर सर्वशक्तिवान हूँ। ഞാൻ സർവശക്തികളാലും സമ്പന്നനായ മാസ്റ്റർ സർവശക്തിവാനാണ്. अचल अडोल आत्मा। ഞാൻ അചഞ്ചലനായ ഉറച്ച ആത്മാവാണ്. कोई भी परिस्थिति मुझे हलचल में नहीं ला सकती। ഒരു പ്രശ്നങ്ങൾക്കും എന്നെ കുലുക്കാൻ സാധിക്കില്ല. मैं शांत हूँ। ഞാൻ ശാന്തമാണ്. स्थिर हूँ। സ്ഥിരതയുള്ളവനാണ്. ये शरीर अलग, मैं आत्मा अलग। ഈ ശരീരം വേറെയാണ്, ഞാൻ ആത്മാവ് വേറെയാണ്. मेरा प्रकाश पूरे शरीर में फैल रहा है। എൻ്റെ പ്രകാശം ശരീരം മുഴുവനായും വ്യാപിക്കുകയാണ്. मेरे चारों ओर प्रकाश ही प्रकाश। എൻ്റെ നാലു ഭാഗത്തും പ്രകാശം തന്നെ പ്രകാശമാണ്.
मैं पवित्रता का फरिश्ता. ഞാൻ പവിത്രതയുടെ ഫരിസ്തയാണ്. मुझसे पवित्रता का प्रकाश इस पूरे हॉल में फैल रहा है. എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശം ഈ ഹാൾ മുഴുവനും വ്യാപിക്കുകയാണ്. पूरे केरला में ये पवित्रता का प्रकाश फैल रहा है. കേരളം മുഴുവനായും പവിത്രതയുടെ പ്രകാശം വ്യാപിക്കുകയാണ്. पूरे संसार में पवित्रता के प्रकंपन फैल रहे हैं. ലോകം മുഴുവനും പവിത്രതയുടെ വൈബ്രേഷൻ വ്യാപിക്കുകയാണ്. ओम शांति. ഓം ശാന്തി. कैसे हैं आप सभी? എല്ലാവർക്കും സുഖമല്ലേ? कैसे हैं? ठीक है? थोड़ा अच्छा बोलिए. ठीक है तो नहीं, कुछ अच्छा सा बोलिए. സുഖമാണെങ്കിൽ എല്ലാരും നല്ലതുപോലെ ഞാൻ ശരിയാണോ ഓക്കെ ആണെന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ओके हैं, बहुत अच्छे हैं, ओके हैं. अलग अलग आंसर हम देते हैं ना. बाबा क्या बोलते हैं? थोड़े दिन पहले आया था, बाबा ने कहा ब्राह्मणों से पूछने की जरूरत नहीं है कि कैसे हैं, क्योंकि हम सब कौन है? राजी खुशी. അതായത് ചിലര് ഓക്കെയാണ് ടീക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഇതിന്റെ ഉത്തരം കുറച്ച് ദിവസം മുമ്പുള്ള മുരളിയിൽ ബാബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രാഹ്മണരോട് ആര് കണ്ടാലും നിങ്ങൾക്ക് സുഖാണോ എന്നുള്ള ചോദ്യം പോലും ചോദിക്കാനേ പാടില്ല. കാരണം നമ്മൾ എപ്പോഴും ഹാപ്പിയാണ്, സന്തുഷ്ടരാണ്. राजी खुशी. कैसे हैं सभी? തൃപ്തരാണ്, സന്തുഷ്ടരാണ്. അതിന് രാജി ഖുഷി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ എല്ലാരും എങ്ങനെയാ? राजी खुशी है ना, सभी राजी खुशी हैं. तो आज बाबा ने मुरली में चार्ट के बारे में कहा है ना. कल हमने रात को डिस्कस किया था चार्ट के बारे में. ഇന്ന് ബാബ മുരളിയിൽ ചാർട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അല്ലേ? നമ്മൾ ഇന്നലെ രാത്രിയിൽ ചാർട്ടിനെ കുറിച്ച് സംസാരിച്ചതേ ഉള്ളൂ. तो कल किस किसने चार्ट रखा? ഇന്നലെ ആരെല്ലാം ചാർട്ട് വെച്ചു? ചാർട്ട് എഴുതിയവർ കൈവക്കൂ. ഇന്നലെ രാത്രിയിൽ ചാർട്ട് എഴുതിയവർ अच्छे കൈവക്കാൻ. से हाथ उठाइए, अच्छे से हाथ उठाइए जिसने रखा. നന്നായിട്ട് കൈവക്കാൻ. ചാർട്ട് എഴുതിയവര് നന്നായിട്ട് കൈവക്കാൻ. ओके. किसी किसी ने नहीं भी रखा, अभी हाथ नहीं उठवाते हैं, कोई बात नहीं, लेकिन आज से रखना है. ചിലര് എഴുതിയിട്ടില്ലാന്ന് തോന്നുന്നു, കൈയൊന്നും കാണിക്കുന്നില്ല. കുഴപ്പമില്ല, ഇന്നു മുതൽ എന്ത് ചെയ്യണം? എഴുതണം. चार्ट रखने से हमारी प्रोग्रेस होती है. ചാർട്ട് വെക്കുമ്പോഴാണ് നമ്മൾക്ക് ഉന്നതി ഉണ്ടാവുന്നത്. और आज से जो एक काम हमें पक्का करना है, हर रोज की मुरली से कम 1 या 2 पॉइंट्स ऐसे लेने हैं जो पूरे दिन भर उस पर विचार सागर मंथन करना है और उसको जीवन में धारण करना है. ഇന്ന് മുതൽ വേറൊരു കാര്യം കൂടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കണം. ഡെയിലി മുരളിയിൽ നിന്ന് 1-2 പോയിന്റ് നമ്മൾ എടുക്കണം. എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ദിവസം മുഴുവനും വിചാരസാഗര മഥനം ചെയ്യണം. പിന്നെ അതിനെ ജീവിതത്തിൽ ധാരണ ചെയ്യുകയും വേണം. तो आज का जो पहला पॉइंट है वो क्या है? विचार सागर मंथन. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റ് ആണ് വിചാര സാഗര മഥനം.
आज बाबा ने कहा एकांत में जाकर विचार सागर मंथन करो. ഇന്നും ബാബ പറഞ്ഞു ഏകാന്തമായിട്ടിരുന്നു കൊണ്ട് വിചാരസാഗര മഥനം ചെയ്യൂ എന്നും. और बाबा ने कल की मुरली में कहा था कि क्या करना है, छुट्टी लेकर भी, किसी दिन छुट्टी होती है उस दिन क्या करो, पूरे दिन भर विचार सागर मंथन, ज्ञान चिंतन, बाबा को याद करना, है ना, इसी में अपना समय व्यतीत करो. ഇന്നലത്തെ മുരളിയിലും ബാബ പറഞ്ഞായിരുന്നു അവധി എടുത്തുകൊണ്ട്, ഇപ്പം അവധിയാണെങ്കിൽ അന്നത്തെ ദിവസം, അല്ലെങ്കിൽ അവധി എടുത്തുകൊണ്ട് ആ ദിവസം മുഴുവനും വിചാരസാഗര മഥനം, ജ്ഞാനത്തിനെ കുറിച്ചുള്ള മനനം, പിന്നെ ബാബയുടെ ഓർമ്മയിലിരിക്കാൻ വേണ്ടി ആ ദിവസം ഉപയോഗിക്കണം. और आज का स्लोगन क्या है, आप में से कोई बताएगा? बिना देखे. ഇന്നത്തെ സ്ലോഗൻ, ഇന്നത്തെ സ്ലോഗൻ മുരളിയിൽ നോക്കരുതാരും. बाबा मेरे साथ है, वो तो है मुरली का स्लोगन आज का. बिना देखे, नीचे नहीं देखना है, बिना देखे. നോക്കാന്ന് പറയണം. ज्ञान गुण धारणा के सिंधु बनो, बाकी सब बातों में बिंदु बनो, है ना. ഇന്നത്തെ സ്ലോഗൻ എല്ലാരും കേട്ടല്ലോ. ജ്ഞാനം ഗുണം ധാരണകളിൽ സിന്ധു ആകണം, ബാക്കി കാര്യങ്ങളിൽ ബിന്ദു ആകണം. तो व्यर्थ को स्टॉप लगाने की, बिंदु लगाने की विधि क्या है? ज्ञान में सिंधु बनना, विचार सागर मंथन, ज्ञान के अलग अलग पॉइंट्स मनन करते रहना. तो जब ज्ञान अंदर चलता रहेगा तो व्यर्थ को क्या लग जाएगा? बिंदु लग जाएगा. വ്യർത്ഥത്തിനെ ഇല്ലാതാക്കാനുള്ള, നിർത്തലാക്കാനുള്ള വഴിയാണ് ജ്ഞാനത്തിൽ സിന്ധു ആകുക എന്നുള്ളത്. വിചാരസാഗര മഥനം ചെയ്യണം. ജ്ഞാനത്തിൻ്റെ പല പല പോയിന്റുകൾ എടുത്ത് അതിൽ നമ്മൾ വിചാരസാഗര മഥനം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള വ്യർത്ഥമായ കാര്യങ്ങളുടെ ചിന്തകളും മാറും.